എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ഷേത്രങ്ങളിലെ അഭിഷേകങ്ങളെക്കുറിച്ചാണ്, വിവിധതരം അഭിഷേകങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ശുദ്ധജലം, പാലും നെയ്യും, ഇളനീര്, എണ്ണ, കളഭം, പഞ്ചാമൃതം, പനിനീര്, ഭസ്മം എന്നിവ അഷ്ടാഭിഷേകങ്ങളാണ്. പക്ഷേ അതാതു ദേവതകൾക്ക് യോജിച്ചവ മാത്രമേ അഭിഷേകത്തിന് സ്വീകരിക്കാറുള്ളൂ. ഗംഗാഭിഷേകം വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ശബരിമല ശാസ്താവിന് മാത്രമാണ് നെയ്യഭിഷേകം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചരണം വിളിക്കുമ്പോൾ നെയ്യഭിഷേകപ്രിയനെന്നു വിളിക്കാറുണ്ട്. അഭിഷേക സമയത്തും അർച്ചന സമയത്തും പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, ഐകമത്യ സൂക്തം, സമ്മാന സൂക്തം, ഈ ശ്രീ സൂക്തം എന്നീ വേദസൂക്തങ്ങൾ ജപിക്കാറുണ്ട്. ഓരോ സൂക്തത്തിനും ഓരോ ഫലമാണ് കൽപ്പിച്ചിട്ടുള്ളത്. പ്രതിഷ്ഠാവിഗ്രഹങ്ങൾ 3 തരമാണ്: ശില, ദാരു അല്ലെങ്കിൽ മരം, കടുശർക്കര. ഇതിൽ മേൽപ്പറഞ്ഞ അഭിഷേകങ്ങൾ ശിലാവിഗ്രഹങ്ങൾക്ക് മാത്രമേ യോജിക്കുകയുള്ളൂ. കടുശർക്കര ബിംബങ്ങൾ നനവ് പുതക്കാൻ പാടില്ലാത്തതാണ്. ചാരുബിംബങ്ങൾക്ക് അഭിഷേകത്തിനു പകരം ചാന്താട്ടമാണ് വിധിച്ചിട്ടുള്ളത്. പതിനാളി ക്ഷേത്രങ്ങളിലും വർഷാവർഷം 1-2 തവണ വലിയ ആഘോഷസമേതം ചാന്താട്ടം നടക്കുന്നു. ചാന്തിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് തേക്കിൻ്റെ സാരാംശമാണ്. അത് വിഗ്രഹങ്ങളെ ജീർണനത്തിൽ നിന്ന് രക്ഷിക്കുന്നു.